ഇരിട്ടി മട്ടന്നൂർ റോഡിൽ കൂരൻമുക്കിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത്. സ്വകാര്യ ബസ് അമിത വേഗതയിലെത്തുകയും അതിനുശേഷം തൊട്ടു മുന്നിലുണ്ടായിരുന്ന ഒരു ബൈക്ക് അവിടെ പതിയെ സ്ലോ ചെയ്യുന്ന സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ്, അല്ലെങ്കിൽ ആ അമിത വേഗതയിലെത്തിയത് കാരണം തെന്നി മറുവശത്തേക്ക് ഈ ബസ് നീങ്ങുകയും അങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ അപകടത്തിൽ 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റുള്ളത്. പുന്നാട് സ്വദേശികളായിട്ടുള്ള വിനോദ്, അവരുടെ മകൻ വൈഷ്ണവ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ നിലവിൽ കോളാരി നെടിയാഞ്ഞിരം എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഇവർ 2 പേരും ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ ബൈക്ക് സഞ്ചരിക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ നേരെ ബസ് കടന്നു വന്നതിൻ്റെ നേരെ എതിർവശത്തു നിന്നായിരുന്നു ഇവർ കടന്നു വന്നത്. അങ്ങനെയാണ് ഈ ബസ് വലതുവശത്തേക്ക് പോകുന്ന സമയത്ത് ഇവർ വന്ന വാഹനത്തിലേക്ക് ഇടിച്ചു കയറുകയും ഇവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ ഇവർ നിലവിൽ ചികിത്സയിലാണ്. ബസ്സിൻ്റെ അമിത വേഗത തന്നെയാണ്, കാരണം 2 വീലർ അവിടെ ചെറുതായി സ്ലോ ചെയ്യുന്നത് മാത്രമേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. എന്തായാലും ഈ ബസ് അമിത വേഗതയിൽ തന്നെ എത്തിയതാണ് അവിടെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാക്കിയതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ ബസ് എത്തുന്ന വേഗത തന്നെ അത്രയും വലിയ വേഗതയിലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിലും ആ കാര്യങ്ങൾ വ്യക്തമാണ്.